ഗുഡ് മോർണിംഗ്. എന്റെ പേര് നിരഞ്ജൻ. എന്റെ പേര് അർച്ചിത്. ഞങ്ങളോട് വന്നിരിക്കുന്നത് ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ടാണ്. ഈ പ്രൊജക്ടിന്റെ പേരാണ് ഐസൈറ്റ് AI. ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു പ്രൊജക്ട് ആണ്. കണ്ണ് കാണാത്ത ആളുകൾ കുറെ പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് മുന്നിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കാത്തതും, പിന്നെ ഒരു സാധാരണ വാക്കിംഗ് സ്റ്റിക്ക് വെച്ചിട്ടാണ് നടക്കാറ്. അതിനേക്കാൾ നല്ലൊരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രൊജക്ടിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാത്താൽ ഈ സാധനം നേരെ തലയിൽ ഹോൾഡ് ചെയ്ത് നടക്കുമ്പോൾ ഈ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത ആൾക്ക് ഏറ്റവും ഈസി ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഉള്ള ഒരു പ്രൊജക്ട് ആണിത്. അതായത് കണ്ണ് കാണാത്ത ആളുടെ സ്വന്തം ഫോൺ യൂസ് ചെയ്തിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതായത് കണ്ണ് കാണാത്ത ആൾക്കാർ ഈ ഫോണിൽ നമ്മൾ തന്നെ നിർമ്മിച്ച ഒരു ആപ്പാണ്, AI വേർഷൻ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഇത്. ഐസൈറ്റ് AI എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇത് ആളെ കണ്ണ് കാണാത്ത സ്വന്തം ഫോണിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് നേരെ ഈ ഹെഡ്സെറ്റിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ആൾ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ മുന്നിൽ എന്തൊരു തടസ്സം വന്നു കഴിഞ്ഞാലും ഈ 3 അൾട്രാസോണിക് സെൻസർ 150 ഡിഗ്രി ഡിസ്റ്റൻസിലുള്ള എന്ത് സാധനം വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ബസർ വഴി ബീപ്പ് സൗണ്ട് കേൾക്കുകയും അതുപോലെ തന്നെ ഈ ഫോണിന്റെ ക്യാമറ വഴി വീഡിയോ ഓഡിയോ ആക്കിയിട്ട് മുന്നിൽ ഇപ്പൊ എന്താണ് നിൽക്കുന്നത്, ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യനാണ്, അല്ലെങ്കിൽ വേറെ എന്തൊരു വസ്തു ആണെങ്കിലും അതാണെന്ന് ഈ വീഡിയോ വഴി ഓഡിയോ ആക്കി കണ്ണ് കേൾപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവുമായിട്ടുള്ള ഒരു ഉപയോഗമായി പറയുന്നത്. ഇത് പ്രോട്ടോടൈപ്പ് ആയിട്ടാണ് ഞങ്ങൾ നിർമ്മിച്ചത്. അതാണ് ഇങ്ങനെ കുറെ വയസ്സും സൈസും ഒക്കെ. ഇത് റിയൽ ലൈഫിലേക്ക് വരുമ്പോ ഇത് കുറച്ചുകൂടി ചെറുതാവും. ഓർഡറോടൊക്കെ എങ്ങനെ കാണാത്ത രീതിയിലാവും. ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ആർഡിനോ യൂനോ, പിന്നെ അൾട്രാസോണിക് സെൻസർ, ജമ്പർ വയർസ്, ബസേഴ്സ് എന്നിവയൊക്കെയാണ്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗിലേക്ക് കിടക്കാം. ഇനി ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ AI വേർഷൻ ആയിട്ടുള്ള ആപ്പ് നേരെ നമ്മളെ ഈ VR ഹെഡ്സെറ്റിലേക്ക് നേരെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഇതിന് നേരെ കണ്ണ് കാണാത്തവരുടെ നേരെ തലയിൽ ഹോൾഡ് ചെയ്യാം. ഇത് നേരെ ഹോൾഡ് ചെയ്തതിനു ശേഷം തലയിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം അത് കണ്ണ് കാണാത്ത മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഇതാ മുന്നിലെ മനുഷ്യരാണെന്ന് കാണും. അതുപോലെ തന്നെ ഒരു കീബോർഡ് വെക്കുകയാണെങ്കിൽ ഇതാ കീബോർഡ് എന്ന് പറയുന്നത് കീബോർഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു മൗസ് വെക്കുകയാണെങ്കിൽ മൗസ് ആണെന്ന് പറഞ്ഞു. അൾട്രാസോണിക് സെൻസറിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാം. കണ്ണ് അത് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തുമ്പോ അൾട്രാസോണിക് സെൻസർ വഴിയുള്ള ബസറിന്റെ ബ്ലിങ് സൗണ്ട് കേൾക്കുന്നു. അതുപോലെ തന്നെ ആൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്തൊരു അവസ്ഥ വരികയാണ്. താങ്ക് യു.